വെൽക്കം ബാക്ക് ടു ദി കോട്ടൺ ഡയറീസ്. ഞാൻ നിമ്മിയാണ്. അപ്പോൾ കുറച്ചധികം ലേറ്റായി പോയെന്ന് എനിക്കറിയാം. എന്തായാലും ഐ ആം ബാക്ക് വിത്ത് ദ ക്രിസ്മസ് വ്ളോഗ്. ഇനിയും ലേറ്റായി ശരിയാവില്ലല്ലോ. ഓക്കെ, അപ്പം നമ്മുടെ കയ്യിലൊരു ക്രിസ്മസ് കൗണ്ട് ഡൗൺ കാലണ്ടർ ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ക്രിസ്മസിൻ്റെ തലേ ദിവസം ആ 1 എന്ന ദിവസം, കാരണം ഒരു ദിവസം കൂടിയല്ല, നമുക്ക് ഓൾമോസ്റ്റ് ക്രിസ്മസ് ആവുകയാണ്. അപ്പം നമ്മൾ 0 ആക്കി. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ നോനും കുക്കുമാണ്. വീക്കെൻഡായിരുന്നു ഇത്തവണ ക്രിസ്മസ്, എല്ലാവർക്കും അറിയാം. അപ്പം ഞാനും വിനുവും കിടന്ന് ഉറങ്ങി എണീക്കാൻ, അന്ന് വീക്കെൻഡ്സിൽ എണീക്കാനായിട്ട് കുറച്ചധികം ലേറ്റായി പോകും. അപ്പോൾ നോനും കുക്കും ആദ്യമേ എണീറ്റ് താഴെ വന്ന് ക്രിസ്മസ് ട്രീയുടെ താഴെയുള്ള ഗിഫ്റ്റ്സൊക്കെ കണ്ടു. നമ്മളടുത്ത് വന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ ഉറക്കത്തിലായിരുന്നു. മാത്രം എണീറ്റ് ചാടി ഇറങ്ങി നമ്മളുടെ ഗിഫ്റ്റ്സൊക്കെ കാണാനായിട്ട് താഴേക്ക് ഓടി വന്നേക്കാണ് കേട്ടോ. അപ്പം നമ്മളുടെ ക്രിസ്മസ് ട്രീ ആണ് ആ കാണുന്നത്. അതിൻ്റെ അടിയിൽ അത്യാവശ്യം കുറച്ച് ഗിഫ്റ്റ്സ് ഒക്കെ ഇരിപ്പുണ്ട്. കണ്ടപ്പോൾ തന്നെ 3 പേരും ഫ്ലാറ്റ്. ഇതാർക്കാന്ന് നോക്കട്ടെ. ഇത് മാത്രമല്ലോ. അതെയാ, എന്നാ നിങ്ങൾ ഓപ്പൺ ചെയ്തു, മാത്തനും കൂടെ ഓപ്പൺ ചെയ്ത് കൊടുക്കണം. എവിടെ നമ്മൾ കുക്കിയല്ല വെച്ചത്, കേക്കിന്റെ ബാക്കിയാണ്. ഓക്കെ, അതും പാലും കുടിച്ചിട്ടുണ്ട്, കേക്കും കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു ആചാരമാണല്ലോ, തലേ ദിവസം നമ്മളെ സാന്റയ്ക്ക് വേണ്ടി കുക്കീസും മിൽക്കും വെക്കണം എന്നുള്ളത്. പിന്നെ എന്തോ കൂടി ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമ്മുടെ കയ്യിൽ കുക്കി ഉണ്ടാക്കണം എന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നതാണെങ്കിലും അതൊന്നും നടന്നില്ല. പിന്നെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കേക്കിൻ്റെ ഒരു പീസും കുറച്ച് പാലും ഞാൻ ഒഴിച്ചു വെച്ചിരുന്നു. പിന്നെന്താ ഉണ്ടായെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഊഹിക്കാമല്ലോ അല്ലേ? സാന്റ പോയി കുക്കു. ഇത് എങ്ങനെ താങ്ക് യു പറയും? ആണാ? അവിടെ ഇരുന്നോട്ടെ. അല്ലെങ്കിൽ നിങ്ങൾ ഓപ്പൺ ചെയ്തോ, ദാറ്റ്സ് ഫൈൻ. ആയിരിക്കും. ആണോ? റിമോട്ട് കൺട്രോൾ ഉണ്ടോ? ശരി, ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തേ. പിന്നെ അതെ, ഇറ്റ്സ് എ പ്ലാനർ. താങ്ക് യു സാന്റ. താങ്ക് യു സോ മച്ച് സാന്റ. എന്താ, എന്ത് ബുക്കാ അത്? കാണിച്ച്. Gratitude journal, nice. My thoughts and feelings journal. അതെല്ലാ ദിവസവും എഴുതാനുള്ളതാ. അപ്പം വിൽ സ്റ്റാർട്ട് ഫ്രം January 1st. ഓ, ബാർബിയാ? അതും അതിന്റെ പേരുണ്ടായിരുന്ന അല്ല, ഇതും ശരിയാ. അപ്പൊ ഇതുമ്മ രണ്ടെണ്ണത്തിന്മേ ആരുടെയൊക്കെ പേരുണ്ടോ? അതുമ്പോ നിങ്ങളുടെ രണ്ടുപേരുടെയും പേരുണ്ടല്ലേ? ആണോ? നൈസ് നൈസ്. ഓക്കെ, ടെൽ മീ, ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് ഏതാ? ഏതൊക്കെ ഇഷ്ടപ്പെട്ടത്? ഹൗ അബൌട്ട് യു നോനു? അതാണ് ഇഷ്ടപ്പെട്ടേ? നൈസ്. ഓ നൈസ്.
ടിക്കി. ഗിഫ്റ്റ്സ് എല്ലാം പൊട്ടിച്ച് കഴിഞ്ഞ് എല്ലാവരും ഹാപ്പി ആയതിനു ശേഷമാണ് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയിലേക്ക് വന്നത്. ഞാൻ ആക്ച്വലി എല്ലാം നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് രാവിലെ എണീറ്റ് എല്ലാം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് നടപടിയാവണ പരിപാടിയല്ല. അതുകൊണ്ട് ഇന്നലെ രാത്രി തന്നെ മറ്റേ അപ്പത്തിൻ്റെ ബാറ്ററും പിന്നെ ബീഫ് കറിയും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചുട്ടെടുത്താൽ മതി. പിന്നെ ബീഫ് കറി ചൂടാക്കി എടുത്താൽ മതി. ഞാൻ അപ്പം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വിനു അപ്പുറത്ത് ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ. എല്ലാ ദിവസവും വിനു ചായ കുടിക്കും. വീക്ക് ഡേയ്സിൽ വർക്ക് ചെയ്യുന്ന ദിവസങ്ങളിലാണെങ്കിൽ എനിക്ക് വിനു കാപ്പി ഉണ്ടാക്കി തരും. ആ ദിവസങ്ങളിൽ മാത്രം കാപ്പി കുടിക്കാൻ എന്തോ എനിക്കിഷ്ടമാണ്. വീക്ക് ഡേയ്സിൽ പക്ഷേ എനിക്ക് താല്പര്യമില്ല, എന്താണെന്ന് അറിഞ്ഞൂടാ. എന്തായാലും അപ്പം എനിക്കും വിനുവിനും ഞാൻ പൂവിൻ്റെ ഷേപ്പിലുള്ള അപ്പമൊക്കെ ഉണ്ടാക്കി. പക്ഷേ പിള്ളേർക്ക് ഉണ്ണിയപ്പച്ചട്ടിയിലാണ്ടോ ഞാൻ അപ്പം ഉണ്ടാക്കുന്നത്. കാണുമ്പോൾ ഒരു രസമൊക്കെ ഇല്ലേ. ഞാനിത് ആക്ച്വലി ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജിൽ കണ്ടതാണ് കേട്ടോ. പക്ഷേ ഏതാണ് പേജ് എന്ന് എനിക്ക് ഓർമ്മയില്ല. കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാം കേട്ടോ. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനിതുപോലെ ഉണ്ടാക്കി തിന്നിട്ടുണ്ട് കേട്ടോ. എനിക്കും വിനുവിനൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷേ പിള്ളേർക്ക് കുറച്ചും കൂടി അത് ഇഷ്ടമാവുമല്ലോ. കുഞ്ഞല്ലേ, നമ്മുടെ പാനിപൂരിയൊക്കെ നമ്മൾ കഴിക്കണ പോലെ ഈ ഒരു അപ്പത്തിൻ്റെ ഉള്ളിൽ ഇച്ചിരി കറിയും കൂടെ എടുത്തിട്ട് വായിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഫിനിഷ്. നല്ല രസം, ഭയങ്കര ക്യൂട്ടായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ പിള്ളേർക്കും അങ്ങനെ ഒരു വെറൈറ്റിക്ക് ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഒരു ചെറിയൊരു ഫോട്ടോ സെഷൻ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ ഫാമിലിയായിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കുക, അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ, ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ ചുമ്മാ പോയി നിന്ന് ഫോട്ടോ എടുക്കുന്നതിനേക്കാൾ നല്ലത് നമ്മളൊന്നും ഒരുങ്ങി പോയി നിൽക്കുന്നതാണല്ലോ. പിന്നെ മാത്രമല്ല കുക്കുവിന് എസ്പെഷ്യലി അവൾക്ക് ഇതുപോലെ ഒരുങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാര്യമായ ഒരുക്കൊന്നുമില്ല കേട്ടോ നമ്മൾ. പക്ഷേ ഇത്തവണ സ്പെഷ്യലായിട്ട് ചെയ്തത് നമ്മൾ നെയിൽസ്, ആർട്ടിഫിഷ്യൽ നെയിൽസ് നമ്മൾ വാങ്ങി. നമ്മൾ ഈ ഡോളറാമയോ പോലത്തെ ഡോളർ സ്റ്റോഴ്സിലൊക്കെ കിട്ടും, വളരെ ചെറിയ വിലയിലൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അതുപോലത്തെ നെയിൽസ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളുടെ നഖത്തിൽ ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. 1 ടൈം യൂസാണ്. നമുക്കത് ഒരു യൂസ് കഴിഞ്ഞാൽ നമുക്ക് കളയേണ്ടി വരും. സ്റ്റിൽ ഒരു ഫണ്ണല്ലേ, നമുക്ക് വല്ലപ്പോഴും ഒക്കെ നമ്മൾ ഇതുപോലെയൊക്കെ യൂസ് ചെയ്യാനായിട്ട് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. കാരണം എൻ്റെ നഖം പിള്ളേരുടെ ഒബ്വിയസ്ലി ചെറുതായിരിക്കും, എൻ്റെ ആണെങ്കിലും ഭയങ്കര കുഞ്ഞു നഖമാണ്. അപ്പം അതിനകത്ത് ഇച്ചിരി വലിപ്പം തോന്നാനായിട്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഫോട്ടോസ് എല്ലാം ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഇട്ടേക്കാം കേട്ടോ. അപ്പം അതെന്തായാലും കണ്ടിട്ടേ പോകാൻ പാടുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ഇന്നത്തെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ക്രിസ്മസ് കിറ്റ്കാറ്റ് ഹൗസ്, ക്രിസ്മസ് ഹൗസ് മേക്കിംഗ് ആണ്. ഇത് ജിഞ്ചർ ബ്രെഡിലാണ് യൂഷ്വലി ഇത് ഉണ്ടാക്കാറ്. നമ്മൾ ആക്ച്വലി കഴിഞ്ഞ വർഷമാണോ അതിൻ്റെ മുന്നത്തെ വർഷമാണോന്ന് എനിക്ക് ഓർമ്മയില്ല, നമ്മൾ ഹാലോവിൻ്റെ സമയത്ത് ജിഞ്ചർ ബ്രെഡ് ഹൗസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് അത് ആർക്കും വേണ്ടായിരുന്നു. അത് ശരിക്കും കഴിക്കാൻ പറ്റുന്ന സംഭവമാണ്. പക്ഷേ അത് ആർക്കും അതുമേത്തെ ക്രീമും ചെറിയ ക്യാൻഡീസും ഒക്കെ ഇവർ പെറുക്കി കഴിക്കുക, അല്ലാണ്ട് മെയിൻ സാധനം ആരും കഴിച്ചില്ല. അപ്പം നമ്മൾ ഇത്തവണ അത് വീണ്ടും വാങ്ങി. അത് വെറുതെ എനിക്കും ഇഷ്ടമില്ല, ആർക്കും ഇഷ്ടപ്പെട്ടില്ല ബേസിക്കലി. അപ്പോൾ അത് ഇത്തവണ വീണ്ടും വാങ്ങിയിട്ട് വെറുതെ കൊണ്ട് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത്തവണ നമ്മൾ കിറ്റ്കാറ്റിൻ്റെ ക്രിസ്മസ് ഹൗസിൻ്റെ കിറ്റാണ് കേട്ടോ വാങ്ങിയത്. ഇതൊന്നുമില്ലെങ്കിലും മുട്ടായി ആണല്ലോ, എല്ലാവരും തിന്നും ഉറപ്പാണ്. ഇതാണ് നമ്മളുടെ കിറ്റ്കാറ്റ് ക്രിസ്മസ് ഹൗസിൻ്റെ ഫൈനൽ ലുക്ക്. ഇതിൻ്റെ ബേസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, ബാക്കി ഡെക്കറേഷൻസ് ഒക്കെ പിള്ളേരാണ് കേട്ടോ ചെയ്തത്. ഇത് നോനുൻ്റെ സ്കൂളിൽ ചെയ്യിച്ച ഒരു ക്രിസ്മസ് ഡെക്കോറാണ്. ഇതുമ്മ നോനുൻ്റെ തമ്പി ഇംപ്രഷൻസ് ആണ് കേട്ടോ ഈ കാണുന്നത്. അത് വെച്ചിട്ട് ഒരു റെയിൻഡിയറിനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി അടുത്തത് നമ്മളുടെ കുക്കുവിൻ്റെ ക്ലാസ്സിൽ ചെയ്യിച്ചിട്ടുള്ള ഒരു ക്രിസ്മസ് ഡെക്കോർ. ഇത് രണ്ടും നമ്മുടെ ക്രിസ്മസ് ട്രീയിൽ തൂക്കിയിടാൻ പറ്റുന്ന ഓർണമെൻറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതുമ്മ കുക്കുവിൻ്റെ ഹാൻഡ് ഇംപ്രഷനാണ്. അത് വെച്ചിട്ട് ഒരു സ്നോമാനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലൊരു റിബൺ ഉണ്ട്, അത്
അവളുടെ ഹൈറ്റാണ്, അവളുടെ നീളം എന്തോരം ഉണ്ടോ അത്രയും നീളത്തിലാണ് ആ ഒരു റിബൺ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. രാത്രി ആയപ്പോഴേക്കും പിന്നെ നമ്മുടെ ക്രിസ്മസ് ഹൗസിൻ്റെ ഉപയോഗം കഴിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉണ്ടാക്കാനുള്ളൊരു ഇതെല്ലാവർക്കും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ഇത് തിന്നാന്നുള്ളതാണല്ലോ, വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. അപ്പോൾ പിള്ളേർ അത് കഴിച്ചു തുടങ്ങി. ഞാനും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കൈയിട്ടു എന്നുള്ളതൊരു സത്യമാണ് കേട്ടോ. ഞാൻ പിന്നെ ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ചോ ഡിന്നറോ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, നമുക്ക് ഇന്നലെ അതായത് ക്രിസ്മസ് ഈവിന് നമുക്കിവിടെ ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇന്നലത്തെ ഡിന്നറിൻ്റെ ലെഫ്റ്റ് ഓവറാണ് നമ്മൾ ഇന്ന് ഉച്ചയ്ക്കും രാത്രിയൊക്കെ കഴിച്ചത് കേട്ടോ. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് വേറെ ലഞ്ചിനും ഡിന്നറിനും വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ നമ്മുടെ ഇന്നത്തെ ദിവസം നമ്മൾ എൻഡ് ചെയ്തത് മാത്തൻ്റെ ഒരു മനോഹരമായ ഗാനാലാപനത്തോടു കൂടിയാണ് കേട്ടോ.